നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അർച്ചനയ്ക്ക് എന്നോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിട്ടുണ്ട്. സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് ആത്മാർത്ഥതയില്ലാത്ത വാക്കുകളാ സച്ചി. അവള് നിന്നോട് പറയുന്നതിന് മുമ്പ് അവളുടെ സങ്കടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവളെ സാന്ത്വനിപ്പിക്കാൻ ഒരു ഭർത്താവെന്ന നിലയിൽ നിനക്ക് കഴിഞ്ഞാൽ നീ വിജയിച്ചു മോനെ. അവളുടെ ഒരു പ്രകൃതം അനുസരിച്ച് അവളായിട്ടൊന്നും നിന്നോടൊന്നല്ല ആരോടും പറയാൻ സാധ്യതയില്ല. അവള് വെറും ഒരു സാധുവായ പെൺകുട്ടിയാ. കാപട്യങ്ങളോ കള്ളത്തരങ്ങളോ തീരെ വശമില്ലാത്ത, സ്നേഹിക്കാനും പരിചരിക്കാനും മാത്രം അറിയുന്ന ഒരു പാവം. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ പറയുന്നേ? നീ ഇപ്പൊ അവളെ നന്നായി സ്നേഹിക്കുന്നുവെന്ന് എല്ലാവർക്കും അറിയാൻ മോനെ. നീ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. കുറച്ചുകൂടി അവളോട് തുറന്നിടപഴകിയാ മതി. തുറന്ന് സംസാരിക്കണം, നല്ല രീതിയിൽ പെരുമാറണം. അവളുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പരിഗണനയും പ്രാധാന്യവും കൊടുക്കണം. അത്രയൊക്കെ സ്നേഹമുള്ളൊരു ഭർത്താവെന്ന നിലയിൽ നീ ചെയ്യേണ്ടതുള്ളൂ. ഒരു ഭർത്താവിന്റെ സമാധാനം എന്ന് പറയുന്നത് അവനെ മനസ്സിലാക്കി കൂടെ ജീവിക്കുന്ന ഭാര്യ. ആ അർത്ഥത്തിൽ നീ മഹാഭാഗ്യവാനാ. തിരിച്ചു നീയും അവൾക്കൊരു വലിയ തണൽമരമായി നിന്നാ മാത്രം മതി. ഒരു വാക്കുകൊണ്ട് പോലും ശബ്ദമുയർത്തി അധിക്ഷേപിക്കാതിരുന്നാ മതി. സോറി അച്ഛ, പലപ്പോഴും ഞാൻ എന്നെ മറന്ന് പെരുമാറിപ്പോയിട്ടുണ്ട്. സോറി. ഞാൻ പിന്നെയും പിന്നെയും തന്റെ മുന്നിൽ തോൽക്കുക അർച്ചന. തന്നെ മനസ്സിലാക്കാൻ ഞാൻ ഇനിയും എത്രയോ ജന്മം പിറക്കേണ്ടിയിരിക്കുന്നുവെന്ന് തോന്നുന്നു. തോന്നിപ്പോവാ. മാപ്പ്. കാലിലേറ്റ മുറിവിനേക്കാൾ ഞാൻ മനസ്സിലേൽപ്പിച്ച മുറിവാകും തന്നെ വേദനിപ്പിച്ചിട്ടുണ്ടാവുക എന്ന് എനിക്കറിയാം. ഉണർന്നിരിക്കുമ്പോൾ തൻ്റെ കണ്ണിൽ നോക്കി ക്ഷമ ചോദിക്കാൻ മാത്രമുള്ള ധൈര്യം എനിക്കില്ല. അത്രയും തന്നെ ഞാൻ വേദനിപ്പിച്ചു. കാര്യങ്ങൾ അറിയാതെ, അന്വേഷിക്കാതെ, അന്നേരം വന്ന കോപത്തിൽ പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞുപോയി. സോറി. സോറി. ഈ കാൽപാദത്തിൽ തൊട്ട് 1000 സോറി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.